Xin chào, welcome to Hanoi, the heart of Vietnam. മികച്ച ലാൻഡ്സ്കേപ്പും വിപ്ലവത്തിന്റെ കഥകളും ഉറക്കമില്ലാത്ത നൈറ്റ് മാർക്കറ്റ്സും നമുക്ക് ഹനോയിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഇതാണ് ഹലോങ് ബേ, വിയറ്റ്നാമിന്റെ മോസ്റ്റ് ഐക്കോണിക് സൈറ്റ്. ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ടവറിംഗ് ലൈംസ്റ്റോൺ ഫോർമേഷൻസും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടേഴ്സ്, ക്രൂയിസിംഗ്, കയാക്കിംഗ്, കേവ് ഹൈക്കിംഗ് എന്നും വേണ്ട, ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് നിൻബിങ്. ഹലോങ് ബേ ഓൺ ലാൻഡ് എന്നറിയപ്പെടും. ഹലോങ് ബേ പോലെ ഡ്രമാറ്റിക് ലൈംസ്റ്റോൺ ക്ലിഫ്, കേവ്സ്, സീനിക് ബോട്ട് റൈഡ്സ്, ഹൈക്കിംഗ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഹാൻ കെയിം ലേക്ക്, ലേക്ക് ഓഫ് റിട്ടേൺ സ്വോർഡ് എന്നാണ് മീനിങ്. യുദ്ധം ജയിക്കാൻ വേണ്ടി രാജാവിന് ടേർട്ടിൽ ഒരു മാജിക്കൽ സ്വോർഡ് കൊടുക്കുകയും യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പം ലേക്കിൽ കൂടെ യാത്ര ചെയ്ത രാജാവിനോട് ആ സ്വോർഡ് തിരിച്ചു വാങ്ങി ടേർട്ടിൽ ആ ലേക്കിന്റെ അടിയിലേക്ക് പോയി. ലേക്കിന്റെ നടുക്കുള്ള ടേർട്ടിൽ ടവറും അതിനോട് ചേർന്നുള്ള ഹുക്ക് ബ്രിഡ്ജ് ഇതൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. നമുക്കൊരു 1000 വർഷം പിന്നിലേക്ക് പോകാം. ആർഭാടം വിളിച്ചു പറയുന്ന രാജവംശങ്ങളുടെ കാഴ്ചകളാണ് നമ്മളുടെ മുന്നിൽ വരുന്നത്. ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഇമ്പീരിയൽ സിറ്റഡൽ ഓഫ് തങ്ലോങ്. വിയറ്റ്നാം ഭരിച്ച രാജവംശങ്ങളുടെ ഒരു നേർ കാഴ്ചയാണ് ഈ കോട്ട. കൊളോണിയൽ ഭരണകാലത്ത് ഇതിന്റെ മിക്ക ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ. വിയറ്റ്നാമിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഈ കൺഫ്യൂഷ്യസ് ടെമ്പിൾ. വിയറ്റ്നാമിലെ റോയൽ ബ്ലഡ് ആൻഡ് എലീറ്റ് സ്കോളേഴ്സ് ഇവിടെയാണ് പഠിച്ചത്. ഇനി നമുക്ക് 100 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കാം. വിയറ്റ്നാമിലെ കൊളോണിയൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, രക്തച്ചൊരിച്ചിലിന്റെ കഥകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആദ്യം ഹൊച്ചിമിൻ മിസോളിയം. വിയറ്റ്നാമിന്റെ വിപ്ലവ നായകനാണ് ഹൊച്ചിമിൻ. അനേകം പോരാട്ടങ്ങളിലൂടെ വിയറ്റ്നാമിന് ഫ്രീഡം നേടിക്കൊടുത്ത ഹൊച്ചിമിന്റെ ബോഡി ഇവിടെ എൻബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഹനോയ് സ്കൈലൈനിൽ ഉയർന്നു നിൽക്കുന്ന ഹനോയ് ഫ്ലാഗ് ടവർ. കൊളോണിയൽ ശക്തികളെ ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിച്ച ഇവരുടെ യുദ്ധവീര്യത്തിന്റെ പ്രതീകമാണ് ഈ ഫ്ലാഗ് ടവർ. യുദ്ധകാലത്തെ ഹൊറർ സ്റ്റോറീസ് അറിയാൻ ഹുവാലോ പ്രിസൺ സന്ദർശിക്കണം. ഹനോയ് ഹിൽട്ടൺ എന്നും ഇതിനെ അറിയപ്പെടുന്നത്. ഹ്യൂമൻ ടോർച്ചറിന്റെ അടയാളങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ചരിത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് D67 ബങ്കർ ആൻഡ് മിലിറ്ററി ഹിസ്റ്ററി മ്യൂസിയം കാണാം. വിയറ്റ്നാംസ് മിലിറ്ററി പാസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മോഡേൺ ഹനോയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഹനോയുടെ നൈറ്റ് സീൻസ് കിടിലമാണ്. ഓൾ ക്വാർട്ടർ ആണ് ബെസ്റ്റ്. നല്ല കളർഫുൾ കഫേസ്, ബാർസ്, സ്ട്രീറ്റ് വെൻഡേഴ്സ് എല്ലാം കൂടി ഒരു വൈബ്രന്റ് അറ്റ്മോസ്ഫിയർ ആണ്. ഈ ഫേമസ് ട്രെയിൻ സ്ട്രീറ്റ് ഒന്ന് കാണേണ്ടതാണ്. ഒരു കാപ്പിയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മളെ തൊട്ടില്ല എന്ന പോലെ ട്രെയിൻ കടന്നു പോകും. മറക്കാൻ പറ്റാത്ത ഒരു ത്രില്ലിംഗ് ഫീലാണ്. ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിന്റെ ഒരു മാസ്റ്റർ പീസാണ് ഈ ഓപ്പറ ഹൗസ്. അകത്ത് കയറിയാലും ഇല്ലെങ്കിലും ഈ ബിൽഡിംഗ് ഒന്ന് കാണേണ്ടതാണ്. ഹനോയിലെ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് വിളിച്ചു പറയുന്ന മറ്റൊരു കാഴ്ചയാണ് സെയിന്റ് ജോസഫ്സ് കത്തീഡ്രൽ. പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ നിന്ന് ഇൻസ്പയർ ആയി പണി കഴിപ്പിച്ചതാണ് ഈ ചർച്ച്. വൺ പില്ലർ പഗോഡ വളരെ കൗതുകം തോന്നിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഒറ്റ തൂണിൽ നിൽക്കുന്ന ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഒരു രാജാവിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ പഗോഡയെന്നും പറയപ്പെടുന്നു. ഹനോയിലെ ഏറ്റവും പഴയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ് ട്രാൻ ക്വാക് പഗോഡ. ഒരു ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സൺസെറ്റ് ഒരു ഇൻസ്റ്റഗ്രാം സൈറ്റ് ആണ്.
ഹനോയ് സിറ്റി കാണാൻ ഏറ്റവും എളുപ്പ വഴി ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ ആണ്. 11 സൈറ്റ്സ് നമുക്ക് ഈ ടൂറിൽ വിസിറ്റ് ചെയ്യാം. So that's Hanoi for you. പുരാതന ക്ഷേത്രങ്ങളും വൈബ്രന്റ് മാർക്കറ്റ്സും ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും മികച്ച ലാൻഡ്സ്കേപ്സും, അതുകൊണ്ടാണ് ഹനോയ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുന്നത്. Please don't forget to like, share and subscribe to my channel, Pastels of Rain.